ബഹ്റൈനിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുതിയൊരു ഭീഷണി വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന സൈനിക മേഖലയുടെ ഒരു ഭാഗമാണ് നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്ന NSA. ബഹ്റൈൻ്റെ തലസ്ഥാനമായിരിക്കുന്ന മനാമയോട് ചേർന്നിട്ട് ജുഫൈർ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇറാനിൽ നിന്ന് ബഹ്റൈനിലേക്ക് 200 കിലോമീറ്റർ മാത്രമാണ് ദൂരം. 200 അല്ല പറയുന്നത്, 150 മുതൽ 200 വരെ. ഇനി കടൽ തീരമാണ് പോകുന്നതെങ്കിൽ 250 മുതൽ 300, വളരെ അടുത്ത സ്ഥലമാണ്. 2000 കിലോമീറ്റർ ദൂരത്ത് പറന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ബഹ്റൈൻ ആക്രമിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അമേരിക്കയുടെ 5th ഫ്ലീറ്റ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്, അഥവാ ഒരു പ്രധാന കമാൻഡ് ഘടകമാണ്. അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഇങ്ങനെയാണ് പറയുന്നത്. പ്രധാനമായിരിക്കുന്ന ഒരു കമാൻഡ് ഘടകമാണ്. ഹോർമുസ് കടൽ, സൂയസ് കനാൽ, ബാബുൽ മന്ദബ് എന്നിവ നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേഖലയാണ് അല്ലെങ്കിൽ ഈ വിഭാഗമാണ് ആ പ്രവർത്തികൾ ചെയ്യുന്നത്. 1995 ഇത് നിർമ്മിക്കപ്പെട്ടത്. ഈ മേഖല കരാർ വ്യവസ്ഥ പ്രകാരം ഉണ്ടാക്കിയതാണ്. 7000 മുതൽ 8000 വരെ അമേരിക്കയുടെ സൈനികർ സേവനം ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഇടമാണ് നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്ന NSA ഏരിയ. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തും എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവപ്പെടുന്ന സ്ഥിതിയാണ്.